ശ്രീ പ്രിയദർശൻ തമ്പി എങ്ങനെയാണ് സജി ചെറിയാൻ രാജിവെച്ചത്? അദ്ദേഹം ഈ കേസിൽ കോടതി നിർദ്ദേശപ്രകാരം ഈ കേസ് എടുക്കുമ്പോൾ ആ കേസിൽ പ്രതിയാവുന്നു. ഭരണഘടനയെ അവഹേളിച്ചു എന്ന കേസിൽ പ്രതിയായതുകൊണ്ട് അന്വേഷണം നടക്കുന്ന സമയത്ത് മന്ത്രിസ്ഥാനത്തിരിക്കുന്നത് ഉചിതമല്ല എന്നുള്ളത് കൊണ്ട് സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് അംഗീകരിച്ചത് കൊണ്ടാണ് മന്ത്രിസഭയിലേക്ക് തിരികെ വന്നത്. ഇപ്പോൾ വീണ്ടും ആ കേസ് ലൈവായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രതിയാവുകയാണ്, അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ മന്ത്രിയായിരിക്കുമ്പോൾ അങ്ങനെ കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ഒരു കേസ് അന്വേഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അന്വേഷണം പൂർത്തിയായി ആ റിപ്പോർട്ട് എന്താണോ അത് കോടതി അംഗീകരിക്കുന്നത് വരെ മാറി നിൽക്കുക എന്നുള്ളത് അദ്ദേഹം തന്നെ മുൻപെടുത്തിട്ടുള്ള ധാർമ്മികമായ നിലപാടല്ലേ? അത് ഇത്തവണ പാലിക്കില്ല എന്ന് പറയുന്നതിൽ യുക്തിയുണ്ടോ? അല്ല, അത്തരത്തിൽ അതിനെ കാണാൻ കഴിയുമോ എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കറിയാം, നമ്മൾ തന്നെ പലപ്പോഴും ആ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം കേരള ചരിത്രത്തിൽ കേരളം രൂപീകൃതമായതിനു ശേഷം അല്ലെങ്കിൽ ഭാരതം രൂപീകൃതമായതിനു ശേഷം ഒരു മന്ത്രി ഒരു കേസിൽ പ്രതിയാവുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. പല മുഖ്യമന്ത്രിമാർ ഇപ്പോഴും നമ്മുടെ കേരളത്തിന് പുറത്തുള്ള പല മുഖ്യമന്ത്രിമാരും പല കേസുകളിലും ആരോപണ വിധേയരാണ്. പക്ഷെ ധാർമ്മികത എന്നൊരു പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്നു. കാരണം നിയമപരമായി രാജിവെക്കണമോ എന്നുള്ളതല്ല പ്രശ്നം, പക്ഷെ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ കേസിൽ നമുക്കറിയാം, ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിധി ഉണ്ടായിട്ടുള്ളതാണ്. കോടതി വിധി പലപ്പോഴും നമുക്ക് മാറിയും മറിഞ്ഞും ഒക്കെ പല വിധികളും വരാറുണ്ട്. ഈ കേസിൽ ഇവിടെ ശരിയായ രീതിയിൽ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യനായ ജസ്റ്റിസ് കമാൽ പാഷ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ചതുപോലെ ഒരു മജിസ്ട്രേറ്റിന് മുമ്പാകെ ആദ്യം പോലീസ് കേസെടുത്തില്ല. ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. സ്വകാര്യ അന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കേസ് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യുകയും പോലീസ് ഒരു ക്രൈം എടുക്കുകയും ഉണ്ടായി. അങ്ങനെ ക്രൈം എടുത്തപ്പോൾ ഒരു അന്വേഷണം, അതിൽ ഒരു ഫൈനൽ റിപ്പോർട്ട് അല്ലെങ്കിൽ റെഫർ റിപ്പോർട്ട് ആയിക്കോട്ടെ, ചാർജ് ഷീറ്റ് ആയിക്കോട്ടെ, ഒരു റിപ്പോർട്ട് മജിസ്ട്രേറ്റ് മുമ്പാകെ കൊടുക്കുകയാണെങ്കിൽ മജിസ്ട്രേറ്റിന് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് ആ റിപ്പോർട്ട് സ്വീകരിച്ചു. പിന്നീടും 173(8) അനുസരിച്ച് പെറ്റീഷൻ കൊടുത്തു. ആ പെറ്റീഷനും അനുവദിച്ചില്ല. അങ്ങനെ ആ കേസ് തീർപ്പാക്കുകയുണ്ടായി. എന്നാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഈ ഹർജിക്കാരൻ അഡ്വക്കേറ്റ് ബൈജു നോയൽ കൊടുത്ത ഹർജിയുടെ അടിസ്ഥാനത്തിൽ അവിടെ വളരെ ദീർഘമായ വാദം കേട്ടതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതിയിലെ ഇന്ന് വിധിന്യായം ഉണ്ടായിരിക്കുന്നു. ആ വിധിന്യായത്തിൽ കേരള പോലീസ് ഈ കേസിൻ്റെ അന്വേഷണം ശരിയായ രീതിയിലല്ല, പ്രൊസീജിയർ കംപ്ലയിൻസ് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒബ്സർവേഷനാണ് ഏറ്റവും ഉണ്ടായിട്ടുള്ളത്. അത് വളരെ ശരിയാണ് പ്രൈമ ഫേസി. കാരണം ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്ന ആ ഒരു വോയിസ് ക്ലിപ്പിൻ്റെ ഫോറൻസിക് സയൻസ് റിപ്പോർട്ട്, ഫോറൻസിക് ലാബിൻ്റെ റിപ്പോർട്ട് പോലും കിട്ടുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ ഞാൻ മനസ്സിലാക്കുന്നത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ആ പ്രസംഗം കേട്ട ആളുകളുടെ മനസ്സിൽ ഈ ഭരണഘടനയെക്കുറിച്ച് ഈ പ്രസംഗം കൊണ്ട് മോശപ്പെട്ട വിചാരമുണ്ടായോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അവരുടെ മൊഴി പോലും പോലീസ് എടുത്തില്ല എന്നുള്ള വളരെ പ്രധാനമായ വസ്തുതകൾ പരിഗണിച്ചുകൊണ്ടാണ് ആ കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കാതെ, എന്നാൽ ഈ കേസിലെ ടെക്നിക്കലായിട്ടുള്ള ഈ റിപ്പോർട്ട്, റെഫർ റിപ്പോർട്ട് ശരിയായ രീതിയിലുള്ള അന്വേഷണമല്ല, അതിൻ്റെ സംക്ഷിപ്ത രൂപം എന്നുള്ളത് കൊണ്ട് മജിസ്ട്രേറ്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ആ പ്രൊസീജിയർ ശരിയല്ല എന്ന് കണ്ട് ആ മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ തന്നെ അസാധുവാക്കിക്കൊണ്ട് വീണ്ടും പുനരന്വേഷണം നടത്തണമെന്നും തുടരന്വേഷണം നടത്തണമെന്നും ബ്രാഞ്ചിലെ വളരെ അവിടെയുള്ള ഒരു കാര്യം, ഇതിന്റെ സാങ്കേതികത്വത്തിനപ്പുറത്ത് ഇപ്പോൾ കോടതി സർക്കാരിനോട്, DGPയോട് ചോദിക്കുന്നു എന്താണ് കുന്തം, കുടച്ചക്രം തുടങ്ങിയ കാര്യങ്ങളുടെ അർത്ഥം എന്ന്. അദ്ദേഹം മറുപടി പറയുന്നില്ല, അക്കാര്യത്തിൽ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. അത് അവഹേളനപരമാണ്, ഭരണഘടനയോട് അവഹേളനപരമായ പരാമർശങ്ങളാണ് മന്ത്രി നടത്തിയിരിക്കുന്നത് എന്ന് കോടതിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് മജിസ്ട്രേറ്റിന് തന്നെ ഈ റെഫർ റിപ്പോർട്ട് അംഗീകരിച്ചതിൽ പിഴവ് പറ്റിയെന്ന് കോടതി കാണുന്നത്. തിടുക്കപ്പെട്ടാണ് ഈ കേസിൽ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ട് സ്വീകരിക്കുകയും ചെയ്തത് എന്ന് കോടതി കാണുമ്പോൾ, കൃത്യമായി പറഞ്ഞാൽ ഭരണഘടനയെ മന്ത്രി അവഹേളിച്ചിരിക്കുന്നു എന്ന് കോടതി അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ എങ്ങനെയാണ് മന്ത്രിക്ക്, സജി ചെറിയാന് അദ്ദേഹത്തിന്റെ പദവിയിൽ തുടരാൻ കഴിയുന്നത് എന്നുള്ളതാണല്ലോ നമ്മുടെ മുമ്പിലുള്ള മൗലികമായ വിഷയം. അല്ല, എനിക്ക് തോന്നുന്നത്, നമുക്കറിയാം പല വാചകങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം നമ്മുടെ പൊതുസമൂഹത്തിന് മുമ്പാകെ ഉണ്ട്. പക്ഷെ അതിനെയെല്ലാം നമ്മൾ ഒരു കേസ്, ഉദാഹരണത്തിന് ഈ കേസ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്താൽ, കേസിൻ്റെ ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്താൽ, വിചാരണ വേളയിൽ അതെല്ലാം ആ വാക്ക് ഏത് കോണ്ടെക്സ്റ്റിൽ, അതിൻ്റെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം ഇതെല്ലാം ഇഴകീടി പരിശോധിക്കും. അതിനാണല്ലോ ട്രയൽ എന്ന് പറയുന്നത്. ആ ഒരു ട്രയലിൽ ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടും. അത് അങ്ങനെ പരിശോധിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ പ്രതിക്കും പറയാനുള്ള അവകാശമുണ്ട്. ഈ പ്രതി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയൻ എന്ന്
പറയുന്ന വ്യക്തിക്കും അദ്ദേഹത്തിന്റെ വാദങ്ങൾ പറയാനുണ്ട്. കാരണം 50% പ്രിവിലേജ് പ്രോസിക്യൂഷന് ഉണ്ടെങ്കിൽ 50% പ്രിവിലേജ് പ്രതിഭാഗത്തിനുമുണ്ട്. അപ്പൊ അവർക്കും പറയാനുള്ള അവസരം ഉണ്ടാകും. അതെല്ലാം കൂടി പരിശോധിച്ചതിന് ശേഷം ഒരു അന്തിമ തീരുമാനം വരും, യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പ്രൈമ ഫേസി ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസിൽ മജിസ്ട്രേറ്റ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൊസീജിയർ ശരിയായില്ല. പോലീസ് യാതൊരു ശരിയായ രീതിയിലല്ല ഈ കേസിന് റെഫർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം ശരിയായ ഒരു അന്വേഷണം, ഒരു കേസിലെ റെഫർ റിപ്പോർട്ടായാലും ശരി, ചാർജ് ഷീറ്റ് ആയാലും ശരി, അത് ഒരു ജസ്റ്റ് ഡിസിഷൻ ഓഫ് ദ കേസ് ആവണം. അതായത് ഒരു കേസിന്റെ ശരിയായ രീതിയിൽ ആ കേസിന്റെ ബെസ്റ്റ് എവിഡൻസ് ആവണം പോലീസ് കളക്ട് ചെയ്യേണ്ടത്. അല്ലാതെ പോലീസിന് വേണ്ട എവിഡൻസ് മാത്രം ഏകപക്ഷീയമായി കളക്ട് ചെയ്യുന്ന ഒരു രീതി ആവരുത്, പോലീസ് അഡോപ്റ്റ് ചെയ്യരുത് എന്നുള്ള വളരെ പ്രസക്തമായ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിന്റെ അല്ലെങ്കിൽ ക്രിമിനൽ കേസ് അന്വേഷണത്തിന്റെ വളരെ പ്രസക്തമായ ഒരു ഇത് ഉയർത്തിപ്പിടിക്കുക തന്നെയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതിനെ നമ്മൾ എല്ലാ അർത്ഥത്തിലും സ്വാഗതം ചെയ്യുക തന്നെ, ലീഗലി സ്വാഗതം ചെയ്യുക തന്നെ ചെയ്യുന്നു. പക്ഷേ ഈ ധാർമ്മികതയുടെ എന്ന പ്രശ്നം അത് നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ അതെല്ലാം വ്യക്തിയാധിഷ്ഠിതമാണ്. അത് നിയമപരമായി അതിനെ കൂട്ടിയിണക്കേണ്ട അല്ലെങ്കിൽ കൂട്ടിക്കെട്ടേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി.